വിജയുടെ നമസ്കാരം. നമസ്കാരം. ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റഷ്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോവ് അദ്ദേഹമാണ് ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത്. RIC, അതായത് റഷ്യ, ഇന്ത്യ, ചൈന ട്രോയ്ക്ക, റഷ്യ, ഇന്ത്യ, ചൈനയുടെ ഒരു പുതിയൊരു ത്രയം. ഇത് പുതിയതല്ല, ഒരു പഴയ ത്രയമാണ്. അതായത് റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംയുക്തമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ത്രയം. ഇപ്പോൾ അത് ഒരു പഴയ ഒരു ത്രയമായിരുന്നു. അതിന്റെ പുനരുജ്ജീവനം ഇപ്പൊ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പുനരുജ്ജീവനം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് നാറ്റോയ്ക്ക് ബദലായിട്ടാണോ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മുമ്പത്തെ ചർച്ചകളിലെല്ലാം നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് ഈ റഷ്യ, ഇന്ത്യ, ചൈന എന്ന് പറയുന്ന ഒരു ത്രയം അത് ഏഷ്യയിലെ വലിയൊരു ശക്തിയായിട്ട് ഉയർന്നു വരും എന്ന് നമ്മൾ പറയുന്ന കാര്യമാണ്. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ സെർജി ലാവ്റോവ് വിദേശകാര്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു ത്രയം കൊണ്ടുവരുന്നുണ്ട്. അത് പഴയ ത്രയമായിരുന്നു, പക്ഷെ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പുനരുജ്ജീവിപ്പിക്കാൻ പോവുകയാണ്. ഇത് 20ഓളം ചർച്ചകൾ ഇതിനോടകം തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ ഈ ചൈനയുടെ അറ്റാക്ക് ഇവിടെ ലഡാക്കിൽ ഉണ്ടായപ്പോ അതിനുശേഷം ഇത് ചർച്ചകൾ നടന്നു. പോരാത്തതിന് ഇന്ത്യ ചൈന ഈ അതിർത്തി തർക്കങ്ങളിൽ ചർച്ചകൾ നടന്നു. ചൈന പിൻവാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചർച്ചകളുടെ ബാക്കി പത്രമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് വളരെ ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ ഇതിൽ നടക്കുകയാണ്. റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിൽ അന്തർധാരയിൽ രഹസ്യമായിട്ട് ഒരുപാട് ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ തുറന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അദ്ദേഹം ഈ സമയത്ത് തുറന്ന് വെളിപ്പെടുത്താനുള്ള കാര്യം എന്താണ്? അത് യൂറോപ്പിന് ഒരു താക്കീതായിട്ടാണോ തുറന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഈ സഖ്യം എന്ന് പറയുന്നത് എത്രത്തോളം വർക്കൗട്ട് ആവും നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സാഹചര്യത്തിൽ? നമ്മുടെ ഈ ബ്രിക്സ് ഉച്ചകോടി നടക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ വരുമ്പോൾ ആദ്യം പരിഹസിച്ച് ചിരിച്ചിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ. ഇവര് ഇങ്ങനെ ഏഷ്യയിലെ കുറെ രാജ്യങ്ങളും കുറെ വികസ്വര രാജ്യങ്ങളും ബ്രസീൽ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്നൊരു വലിയ ചോദ്യം പറഞ്ഞു. പക്ഷെ ബ്രിക്സ് തളരുകയല്ലായിരുന്നു, അത് ശക്തമാവുകയായിരുന്നു. അതായത് അടിക്കടി ഇവരുടെ നേതാക്കൾ കാണുകയും, നമുക്കറിയാം ഈ നാറ്റോ സഖ്യത്തിന്റെ നേതാക്കന്മാരൊക്കെ കൂടി കാണുമ്പോൾ ഒരു ഫോട്ടോ സെഷൻ ഒക്കെ ഉണ്ട്. ആ ഫോട്ടോ സെഷനിൽ അവർക്കൊരു ഐക്യമില്ലായ്മ അതിൽ തന്നെ പ്രകടമാണ്, അവരുടെ ശരീരഭാഷയിൽ തന്നെ. പക്ഷെ ഇത് സുഹൃത്തുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കൊച്ചുകുട്ടികളെ പോലെ, ഒരു കോളേജ് കുട്ടികളുടെ ഇല്ലെങ്കിൽ അലുമിനിയം ഒക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിംഗ്ലിംഗ് പോലൊക്കെയാണ് നമുക്ക് പലപ്പെടുന്നത്. അത്രയും അടുത്ത ബന്ധങ്ങളായിരുന്നു. അതിനിടയിൽ ശ്രീ വ്ളാഡിമിർ പുടിൻ ഒരു നോട്ടിന്റെ ചിത്രം അവരുടെ ഡിന്നർ ടൈമിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോ അതിനകത്ത് ഈ ബ്രിക്സിലെ എല്ലാ രാജ്യങ്ങളുടെയും പതാകകൾ ആലേഖനം ചെയ്ത ഒരു നോട്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഒരു വാർത്ത എല്ലായിടത്തും വന്നിരുന്നു, ഡോളറിന് ബദലായിക്കൊണ്ട് ഒരു നാണയം വരുന്നു അങ്ങനെ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന അമേരിക്കയ്ക്കായിരിക്കും. കാരണം അമേരിക്കയുടെ ട്രേഡിങ്സിന് വലിയൊരു ഭാഗം മിഡിൽ ഈസ്റ്റും ഏഷ്യയുമാണ്. അപ്പൊ ആ ഡോളറിന് ബദലായിട്ട് ബ്രിക്സിന്റെ ഒരു നാണയമാണ് പ്രചാരത്തിൽ വരുന്നതെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. കാരണം ചൈനയും ഇന്ത്യയും ചേർന്നാൽ തന്നെ 19, ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ GDP 4, അപ്പൊ തന്നെ ഏതാണ്ട് 23 GDP ആയി. അതായത് രണ്ടാമത്തെ ശക്തിയായി അവർ മാറുകയാണ്. അങ്ങനത്തെ ഒരു സാമ്പത്തിക പ്രശ്നം. ബാക്കി ഇവരുടെ ചെറുകിട രാജ്യങ്ങൾ കൂടി ചേരുമ്പോൾ അവരുടെ GDP ഒക്കെ 1000, 2000 അതും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ഏതാണ്ട് അമേരിക്കക്ക് തുല്യമായ ഒരു GDP ആകും. അവിടെ ഒരു നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. അത് വളരെ അപ്രമാദം. അപ്പൊ അവരന്ന് പറഞ്ഞു അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇറക്കാനൊന്നും പരിപാടി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും അല്ലായിരുന്നു. പുടിൻ അത് വളരെ തമാശ രൂപത്തിലാണ് ഈ നോട്ട് എടുത്ത് ഇങ്ങനെ ഈ ഡിന്നർ ടൈമിൽ ഇതിങ്ങനെ കാണിക്കുക, എല്ലാവരുടെ കൈ കൊടുക്കുകയൊക്കെ ചെയ്ത്. കാരണം ഒരു ഫ്രണ്ട്ലി ഒരു മൂഡിലാണ് ആ ഡിന്നർ നടക്കുന്നത്. ആ വിഷ്വൽസ് ഒക്കെ നമുക്ക് കണ്ടാൽ അറിയാം. പക്ഷെ ഇങ്ങനൊരു സഖ്യം, റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം, RIC സഖ്യം മുമ്പുണ്ടായിരുന്നതാണ്. 2020 വരെ അത് ഉണ്ടായിരുന്നു. 20-ന് ശേഷം ഗാൽവാൻ താഴ്വരയിൽ നടന്ന ഏറ്റുമുട്ടലിനെ തുടർന്നാണ് അത് നിർജീവമായി പോയത്. ഈ സഖ്യം എന്തുകൊണ്ടാണ് റഷ്യ മുൻകൈ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്ത്യ, ചൈന, റഷ്യ സംയുക്തമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആയുധങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ റഷ്യയുടെ ആയുധങ്ങൾ ചൈന വാങ്ങുന്നുണ്ട്, ഇന്ത്യയും വാങ്ങുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം S-400 ചൈനയ്ക്കും ഇന്ത്യക്കും കൊടുത്തു. അപ്പോഴാണ് ഇന്ത്യ പറഞ്ഞത് അത് പറ്റില്ലെന്ന് പറഞ്ഞ റഷ്യ പറഞ്ഞത് നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്യാനുള്ള ഞങ്ങൾ സാങ്കേതിക വിദ്യയോട് തരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോ അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോം, ഇപ്പൊ റഷ്യ തന്ന അതേ സാധനമല്ല നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്, അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് മറ്റൊരു രൂപമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അത് മാത്രമല്ല S-500 നിങ്ങൾ തന്നെ നിർമ്മിച്ചോ എന്ന് റഷ്യ പറയുകയും ചെയ്തു. അത് ചൈനയ്ക്കില്ല. അത് മാത്രവുമല്ല, ചൈനയുടെ കയ്യിൽ നിന്നും ഇവർ ആയുധം വാങ്ങുന്നില്ല. മറ്റ് സെമി കണ്ടക്ടർ അടക്കം ഇന്ത്യ നൽകുമ്പോൾ മറ്റു ചില സാങ്കേതിക സഹായങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്ന് റഷ്യക്ക് ലഭിക്കുന്നുമുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു ബന്ധം നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു.
അത് മാത്രവുമല്ല, ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ അടിച്ചിട്ടുണ്ട്. അതായത് 1960 റഷ്യയും ചൈനയും തമ്മിൽ ഉടക്ക് നടന്നിട്ടുണ്ട്, യുദ്ധം നടന്നിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് പേരും ശത്രുക്കളുമായിരുന്നു. ഞാൻ പറയുന്നത് പോലെ എപ്പോഴും പറയും, പൊളിറ്റിക്സിലായാലും ഈ രാജ്യങ്ങളുടെ നയതന്ത്രത്തിലായാലും ഒക്കെ നിത്യമായ ഒരു ശത്രുവില്ല, നിത്യമായ ഒരു മിത്രവുമില്ല. ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവാകും. ഇന്നിപ്പോ ട്രംപ് എത്രത്തോളം ഇന്ത്യയിൽ അനഭിമിതനാണ് എന്നുള്ളത് നമുക്ക് മാധ്യമങ്ങൾ നോക്കിയാൽ അറിയാൻ കഴിയും. ഒരു കാലത്ത് ട്രംപ് നമ്മളെ ഏറ്റവും അടുത്ത് ദോഷം, ഇന്നിപ്പോ ട്രംപിനെ നമ്മൾ വലിയ രീതിയിൽ കാണുന്നില്ല. കാരണം ഒരു ചതിയന്റെ റോളിലാണത്. കാരണം പാകിസ്ഥാനെ പ്രത്യക്ഷമായ പരോക്ഷമായി സഹായിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് അവർ ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പൊ അവരോടുള്ളൊരു താല്പര്യം നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് വ്യക്തിപരമാണ്, രാജ്യത്തിന്റെ അല്ല ഞാൻ പറഞ്ഞത്, പൗരന്മാരുടെ ഒരു വ്യക്തി മനസ്സാണ്. ഇവിടെ ഈ സഖ്യത്തിന്റെ ഒരു പ്രാധാന്യം നേരത്തെ മുതൽ തന്നെ ഈ സഖ്യം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം ഈ സഖ്യം കുറച്ചുകൂടി ബലപ്പെട്ടു. കാരണം ആ ബ്രിക്സ് ഉച്ചകോടിയുടെ മെയിൻ നേതൃത്വം വഹിച്ചത് ഈ മൂന്ന് രാജ്യങ്ങളായിരുന്നു. എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കിയത് അതിൽ നരേന്ദ്രമോദിയും ഷീ ജിൻ പിങ്ങും തമ്മിലൊരു കൂടിക്കാഴ്ചയായിരുന്നു. ഇപ്പോൾ റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ മനസ്സിലാകുന്നത് മണിക്കൂറുകളോളം ഷീ ജിൻ പിങ്ങും നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പല വിഷയങ്ങളിലും അവർ ധാരണയായി. ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിലെ ഇപ്പോൾ മഞ്ഞുരുകലിന്റെ പ്രധാനപ്പെട്ട റീസൺ അന്ന് നടന്ന ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്ക് ഞങ്ങളാണ് മുൻകൈ എടുത്തത് എന്ന് തുറന്നു പറയുമ്പോൾ RIC ശക്തമായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതിനുശേഷം 20ഓളം ചർച്ചകൾ ഇരു വിഭാഗത്തിലുമുള്ള വിദേശകാര്യമന്ത്രിമാർ, സാമ്പത്തിക വിദഗ്ധരടങ്ങി 20ഓളം ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ അണിയറയിൽ ഒരു വലിയ നീക്കം നടത്തുന്നുണ്ടായി. നമ്മുടെ ഈ ചാനലില് നമ്മൾ ഈ അനാലിസിസ് നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനൊരു സഖ്യം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ബലം പകരുന്ന തരത്തിലേക്ക് 20ഓളം ചർച്ച നടന്നു കഴിഞ്ഞു, ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പൊ റഷ്യൻ വിദേശകാര്യമന്ത്രി ഇപ്പൊ പറയുന്നത് ഇതൊരു പുതിയ സഖ്യമല്ല, പഴയ സഖ്യം ഞങ്ങൾ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുകയാണ്, അത് ഇടയ്ക്കൊന്ന് തണുത്തുപോയി, അത് ശക്തിപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ തെറ്റിക്കാൻ വിദേശ ശക്തികൾ, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നും പ്രസ്താവനകൾ ഇറക്കുകയും ഇവരുടെ രണ്ടുപേരുടെ മനസ്സിൽ വിഷം കോരിയിടുകയുമായിരുന്നു എന്ന് ഈ രണ്ട് രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ അവർ ഇതിനിടയിൽ നിന്ന് ഞങ്ങൾക്കിടയിൽ വിഷം കുത്തി വെക്കുകയായിരുന്നു രണ്ട് രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ബന്ധം തകർക്കാൻ അവന്മാർ പാരപണിതു എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ബന്ധത്തിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത്. പക്ഷെ ഇവിടെ ഈ വിദേശകാര്യമന്ത്രി ഒരു സൈനിക സഖ്യത്തെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യം വിദ്യാഭ്യാസം, വ്യവസായം, സാങ്കേതിക വിദ്യ, ഇതിലുള്ള ഒരു സഖ്യമാണ് ഞങ്ങൾ മുമ്പും രൂപീകരിച്ചത് എന്ന്. പക്ഷെ ഈ സഖ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭാവിയിലേക്ക് അത് സൈനിക ശക്തിയായി മാറാം. അങ്ങനെ വന്നാൽ ധനുഷ് ആദ്യം ചോദിച്ച നാറ്റോ സഖ്യത്തിന് ഒരു ഭീഷണി അല്ലേ എന്ന് ചോദിച്ചാൽ ഭീഷണി ആയിട്ട് തന്നെ വരാം. നാറ്റോ സഖ്യത്തിന് എന്നുള്ളതല്ല, യൂറോപ്യൻ യൂണിയന് ഒരു ഭീഷണിയായി വന്നേക്കാം. കാരണം സൈനികപരമായ നടപടികൾ മാത്രമല്ലല്ലോ ഒരു അലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബിസിനസ്സും നടക്കണമല്ലോ അതിന്. ഈ ട്രംപ് ഇതേ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ അദ്ദേഹം അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ള പിന്തുണ എല്ലാം അദ്ദേഹം പലയിടത്തുനിന്നും കളഞ്ഞു വിളിക്കും. മൊത്തത്തിൽ അതിനെ ഈ അമേരിക്കക്കെതിരെ അവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുടെ പോലും വെറുപ്പ് അദ്ദേഹം സമ്പാദിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ട്രംപ് വിരുദ്ധനാണ്. അത് അദ്ദേഹത്തിന്റെ താരിഫ് നയത്തിനെതിരെ അവർ ഇപ്പോൾ തന്നെ രംഗത്ത് എത്തിക്കഴിഞ്ഞു. തലതിരിഞ്ഞ താരിഫ് നയമെന്ന് അവിടെ കേസിലേക്ക് എത്തിക്കഴിഞ്ഞു, കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ. ഇദ്ദേഹം ഇനി ഒരു 3 വർഷം കൂടെ തീർത്ത് ഭരിക്കാന്നുണ്ടെങ്കിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അവരുടെ സഖ്യം തന്നെ ആ രാജ്യങ്ങൾ തന്നെ തിരിയും. കാരണം അവർക്ക് തന്നെ ഇത് പണി കൊടുത്തോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം പറയുന്നത് കാനഡ ഞങ്ങളുടെ അടുത്ത സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത്, അവർക്ക് ഞങ്ങൾ വലിയ ഓഫർ കൊടുക്കുന്നു, അവർ ഞങ്ങളുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ, ഇല്ലെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ അദ്ദേഹം മുമ്പോട്ട് പോകുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ ഭരണാധികാരികളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരാൾ എന്ന രീതിയിലാണ് ട്രംപിനെ പലപ്പോഴും കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന നീക്കങ്ങൾ, അതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാനോട് ഈ അമേരിക്ക നടത്തുന്ന വലിയ ഒരു ബന്ധം, ആ ബന്ധത്തിന്റെ കഥകൾ നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതാണ്. ഇന്നലെ അത് വീണ്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. അത് കരാറായിരിക്കുന്നു. അതായത് അവിടുത്തെ സേനാ മേധാവി മുനീറും ട്രംപിന്റെ മകളും മരുമകനും ചേർന്നിട്ട് ആ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. അതായത് ക്രിപ്റ്റോ കറൻസിയുടെ കരാറാണ്. അതായത് അതിന് മുനീർ പറയുന്നത് ഞങ്ങൾ ഇനി ആരോടും യുദ്ധത്തിനൊന്നുമില്ല, ഭൂതകാലം ഞങ്ങൾ മറക്കുകയാണ്, പകരം ഞങ്ങൾ ഇനി ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അതായത് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഹബ്ബായി പാകിസ്ഥാനെ മാറ്റിക്കൊണ്ട്
ഈ ട്രംപിന്റെ മകളുടെയും മരുമകന്റെയും കമ്പനി അവിടെ പുഷ്ടിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് മുമ്പ് വന്നൊരു വാർത്ത, നമ്മളടക്കമൊക്കെ ചർച്ച ചെയ്തൊരു വാർത്ത, എന്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർനാഷണൽ മീഡിയാസ് അത് വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ട്രംപിനെതിരെ ഉയർന്ന ഒരു ജനവികാരമുണ്ട്. ആ ജനവികാരത്തിൽ അദ്ദേഹം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത് എന്ന് ലോകത്തെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താനാണ് അവരത് വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നലെയാണ് പാകിസ്ഥാൻ കരസേന മേധാവി ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തത്, ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, ലോകത്തിലെ 1-ാം നമ്പർ ഈ മേഖലയിലുള്ള കമ്പനിയുമായിട്ടാണ് പാകിസ്ഥാൻ ഒപ്പുവെക്കുന്നത്. ആ കമ്പനി ആരാന്ന് നോക്കുമ്പോൾ ട്രംപിന്റെ മകളും മരുമകനുമുള്ള കമ്പനിയാണ്. ഇതാണ് അതിന്റെ കഥ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു സഖ്യം. കാരണം ഇപ്പോൾ ഈ പാകിസ്ഥാന് IMF-ന്റെ ലോൺ നൽകുന്നതിൽ അമേരിക്ക ഇടപെടുന്നതായാലും അമേരിക്ക പാകിസ്ഥാനെ ബാക്ക് ചെയ്യുന്നതായാലും ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതായത് അമേരിക്ക സംബന്ധിച്ച് ചൈനയ്ക്കും ഇന്ത്യക്കും ബദലായിക്കൊണ്ട് അവിടെ ഒരു സ്പേസ് പാകിസ്ഥാനിൽ, അവർക്ക് വ്യോമത്താവളം ഉള്ളതാണ് പാകിസ്ഥാനിൽ. അപ്പൊ ഈ പാകിസ്ഥാനികളെ സംബന്ധിച്ച് അവർക്ക് ഇച്ചിരി പൈസയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർ ആരുടെ കൂടെ വേണമെങ്കിൽ നിൽക്കും. അപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്നമായ സൈനിക മേധാവികളുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എല്ലാവർക്കും ഏക്കർ കണക്കിന് സ്ഥലം, കോടിക്കണക്കിന് ആസ്തി, ലോകത്തെമ്പാടും ഹോട്ടൽസ്, ഇതൊക്കെയുള്ള സൈനിക മേധാവികളുള്ള ലോകത്തെ ഒരേ ഒരു സൈന്യം പാക് സൈന്യമാണ്. അപ്പൊ അവന്മാർക്ക് പണം കൊടുത്താൽ ബില്ലാതിനെ ഒറ്റയില്ലേ അവര്, ഇതിനേക്കാൾ അപ്പുറം അവർ ചെയ്തിരിക്കും. അപ്പം അതുകൊണ്ട് അവിടെ താവളം ഉറപ്പിക്കുക, അവിടെ ശക്തി പ്രാപിച്ചുകൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഒരു ഭീഷണി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ സഖ്യം RIC സഖ്യം വളരെ ശക്തമായി മുൻപോട്ട് വന്നാൽ ബ്രിക്സിനേക്കാൾ മുൻപിൽ നിൽക്കുന്ന, ബ്രിക്സിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരും. കാരണം ഇവര് മൂന്നും കൂടെ ഒന്നിച്ചൊരു ശക്തിയായിട്ട് മുമ്പോട്ട് പോകണം. സ്വാഭാവികമായിട്ട് അനവധി ചെറു രാജ്യങ്ങൾ ഇതിൽ ഇപ്പൊ നിലവിൽ തന്നെ ഇതിലേക്ക് ഈജിപ്റ്റ് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. തുർക്കി വരാൻ താല്പര്യം, തുർക്കി ഒന്നും എടുക്കില്ല, ഈജിപ്തിനെ എടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് അറിയില്ല, കാരണം അതൊക്കെ നാറ്റോയുടെ ഭാഗങ്ങളാണ്. മറ്റൊന്ന് അറബ് കൺട്രീസ് വരാൻ സാധ്യത പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശക്തമായ ഒരു സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ അമേരിക്ക നടത്തുന്ന നീക്കം ഫലപ്രാപ്തിയിലെത്തില്ല. പാകിസ്ഥാനെ മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങാമെന്നുള്ള നീക്കം ഫലപ്രാപ്തിയിലെത്തില്ല. അതിന്റെ ഒരു സൂചന ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും നൽകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ പടയൊരുക്കം നടത്തുന്നു, ഏത് നിമിഷവും അതൊരു യുദ്ധമായി മാറാം, ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കയും പാകിസ്ഥാനും ആ ഒരു സെൻട്രൽ മാത്രം ഒതുങ്ങുകയും ചുറ്റോട് ചുറ്റ് ഈ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ചെയ്താൽ പിന്നീട് അവിടെ അമേരിക്കയ്ക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ഈവൻ ബലൂചിസ്ഥാനിൽ പോലും ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്തുകൾ അമേരിക്കയ്ക്ക് കൈമാറാൻ പാകിസ്ഥാൻ ഒരു നീക്കം നടത്തുന്നുണ്ട്. അതൊന്നും ഇനി സാധ്യമായില്ല. കാരണം ചൈനയ്ക്കും ഇന്ത്യക്കും എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഈ ചൈന തുടങ്ങി വെച്ച അവരുടെ ഖനനം, അവർ വലിയ മുതൽ മുടക്ക് നടത്തിയ ഈ ഖനനം അമേരിക്ക കൊണ്ടുപോകരുതെന്ന് ചൈനയ്ക്ക് നല്ല താല്പര്യമുണ്ട്. ബലൂചിസ്ഥാൻ എങ്ങനെയെങ്കിലും സ്വതന്ത്രമാകണമെന്ന് ഇന്ത്യക്കും വലിയ താല്പര്യമുണ്ട്. ആ മേഖലയിൽ അമേരിക്ക വരരുതെന്ന് ഇന്ത്യക്കും ചൈനയ്ക്കും താല്പര്യമുണ്ട്. അപ്പൊ താല്പര്യങ്ങളുണ്ട്. ഈ താല്പര്യങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോഴാണ് ഇങ്ങനെ ചില സഖ്യങ്ങളിലേക്ക് വരുന്നത്. RIC സഖ്യം നേരത്തെ ഉണ്ടായിരുന്നതാണ്, വീണ്ടും അത് ശക്തി പ്രാപിക്കും എന്ന് കണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ലോകം ഒരു യുദ്ധത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഈ നിരോധന കാലത്തും റഷ്യയെ അകമഴിഞ്ഞ് പിന്തുണച്ച, കൈമൈ മറന്ന് പിന്തുണച്ച ഇന്ത്യയും ചൈനയും കൂടി ഒരു സഖ്യത്തിലേക്ക്, പരസ്യമായ ഒരു സഖ്യത്തിന്റെ പ്രഖ്യാപനവുമായി രംഗത്തെത്തുമ്പോൾ അത് അത്യന്തം അപകടകരമാണ്. നമ്മളത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ബദൽ ടു ബദൽ എന്ന നിലയിലേക്ക് വരുന്നു. കാരണം റഷ്യ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഒരു 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 മെസ്സേജ് കൊടുക്കാൻ അതിന് കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ പക്ഷം ഏഷ്യയിലെങ്കിലും അത് സ്ട്രോങ് ആണ്. അങ്ങനെയെങ്കിൽ അതിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മറ്റ് നാറ്റോ സഖ്യങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആയുധം കൊണ്ട് മാത്രമല്ലല്ലോ വിജയം, പൈസയും വേണ്ടേ, സാമ്പത്തികം വേണ്ടേ. ആ ഒരു വഴി അടഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഇനി മുതലുള്ള ഹോളിയും വിനായക ചതുർത്ഥിയിലുമൊക്കെ നിങ്ങൾ നമ്മുടെ സാധനം വാങ്ങും, നമ്മുടെ രാജ്യത്ത് നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് വാങ്ങൂ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ചൈനക്കാരുടെ സാധനം മാത്രമേ വാങ്ങാറുള്ളൂ. നമ്മൾ വളരെ വളരെ സമ്പന്നര് പുറത്തുനിന്ന് വാങ്ങും, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഈ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മളുടെ ജനം എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ രാജ്യത്തിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ ഉണ്ടെങ്കിൽ അവർ വാങ്ങും. നമ്മൾ ടാറ്റ കാറും മഹീന്ദ്രയും ഒക്കെ കാണുന്നില്ലേ? ഇപ്പൊ ഒരുത്തരോട് കാറ് വാങ്ങാൻ ടാറ്റയാണ് ഇഷ്ടം എന്ന് പറയും. വലിയൊരു പണക്കാരനുണ്ട്, അയാൾക്ക് ഷോ കാണിക്കണമെങ്കിൽ അയാളുടെ സൗകര്യത്തിന് പോകണമെങ്കിൽ അയാൾക്ക് ടെസ്ല വാങ്ങാം, അതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷെ അത് വളരെ കുറഞ്ഞ ശതമാനമേ ഉള്ളൂ. അപ്പൊ ആ ബഹുഭൂരിപക്ഷം അതിലേക്കും നീങ്ങിയാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഭയങ്കരമായി തന്നെ പുഷ്ടിപ്പെടുത്തും. നമ്മൾ കുളിക്കുന്നതും പല്ല് തേക്കുന്നതും ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്റെ സാധനങ്ങളല്ല എന്ന് ആലോചിക്കണം. കോൾഗേറ്റ് ആയാലും ലെക്സ് ആയാലും ഒക്കെ ഹിന്ദുസ്ഥാൻ ലിവറിന്റെയും ഒക്കെയാണ്. അതൊന്നും നമ്മുടെ കമ്പനികളല്ല. അപ്പോൾ പണ്ട് സ്വദേശി ജാഗരണ മഞ്ചൊക്കെ ഈ RSSന്റെ സംഘടനയായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അവർ മുൻപോട്ട് വെച്ചൊരു ആശയമാണ്, നമ്മുടേത് വാങ്ങൂ, നമ്മുടേത് അനവധി പ്രൊഡക്റ്റുകളുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെതായ.
നമ്മുടെ ഇപ്പൊ നമ്മുടെ രാജ്യം മുമ്പ് അവരൊരു ലിസ്റ്റ് പുറത്തിറക്കിയിരുന്നു. ആ ലിസ്റ്റിനകത്ത് നമുക്ക് യമഹ ബൈക്ക് മാത്രമായിരുന്നു. ജപ്പാന്റെ ആണെങ്കിൽ യമഹ ബൈക്ക് മാത്രമായിരുന്നു ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു വാഹനമേ ഉള്ളായിരുന്നു അന്ന്. ഇന്ന് അങ്ങനെയല്ല, കാറുകളുടെ ഒരു നീണ്ട നിരയാണ്. മഹീന്ദ്രയും ടാറ്റയും മാത്രമല്ല, കർണാടകത്തില് റേവോ, ആ റേവോ മഹീന്ദ്ര ഏറ്റെടുത്തിട്ടുണ്ട്. റേവോ കമ്പനി അവർ ഇലക്ട്രിക്കൽ സ്കൂട്ടറിന് ഒരു നിര തന്നെ ഇന്ത്യൻ കമ്പനികൾ ഇറക്കുന്നുണ്ട്. അപ്പം വാഹന നിർമ്മാതാക്കൾ അനവധി വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലേ എല്ലാ വാഹനങ്ങളും. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പൊ ഏതായാലും RIC സഖ്യം വരട്ടെ. കാരണം സഖ്യം എപ്പോഴും ബാലൻസ് ആയിരിക്കണം. അല്ലാതെ ഒരു രാജ്യത്തിന് നേരെ എല്ലാവരും കൂടെ കൂട്ടാക്രമണം നടത്തുന്ന ഒരു രീതി ശരിയല്ല. ബാലൻസിങ് ആയി പോകണം. ഈ ഒരു സഖ്യം അനിവാര്യമാണ്, നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ആ പഴയ സഖ്യം ഇതിനോടൊപ്പം ചേരാൻ സാധ്യതയുണ്ട് മനുഷ്യൻ. അതായത് റഷ്യ, അഫ്ഗാൻ, ഇന്ത്യ, ഇറാൻ, റഷ്യ, അഫ്ഗാൻ, ഇന്ത്യയുടെ ഒരു സഖ്യം ഉണ്ടായിരുന്നു. 1990 വരെ ഉണ്ടായിരുന്നു. 90-കൾക്ക് ശേഷം അത് വളരെ ശക്തമായി പുഷ്ടിപ്പെട്ട് വന്നതുമാണ്. പിന്നെ റഷ്യയൊക്കെ അവിടുന്ന് പോയതിനു ശേഷമാണ് ആ സഖ്യം തീരുന്നത്. 90 വരെ ഉണ്ടായിരുന്നു ആ സഖ്യം ഉണ്ടായിരുന്നു. അപ്പോ ആ സഖ്യം കൂടി വീണ്ടും വന്നാൽ ആ സഖ്യവും ഈ സഖ്യവും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായി തന്നെ ബ്രിക്സിന് മുമ്പോട്ട് പോകാൻ കഴിയും. ഉപരി ഈ ഏഷ്യയിൽ സാമ്പത്തികമായി മുൻപോട്ട് കുതിക്കുന്ന ചൈനയ്ക്കും ഇന്ത്യക്കും അത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഇവർ തമ്മിൽ തന്നെ യുദ്ധവും തർക്കവും ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ആയാലും ചൈനയ്ക്കായാലും നമ്മുടെ ഏറ്റവും കൂടുതൽ പണം നമ്മൾ മുടക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനാണ്. അത് നമ്മുടെ അതിർത്തി ശക്തിപ്പെടുത്താനാണ്. അപ്പൊ അതിന് വലിയ എക്സ്പെൻസീവ് ആണ്. നമുക്കറിയാം നമ്മുടെ ലഡാക്കിലൊക്കെ അനവധി പട്ടാളക്കാരെയാണ് വിന്യസിച്ചിരുന്നത്. അതിലെ ഇപ്പൊ കുറെ പട്ടാളക്കാരെയാണ് ഇപ്പൊ നമ്മൾ ജമ്മു കാശ്മീരിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇപ്പൊ മാറ്റിയിരുന്നത്. എന്തുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അതിർത്തി നമുക്ക് ടെൻഷൻ കുറഞ്ഞപ്പോൾ നമുക്ക് ആ സൈന്യത്തെ മാറ്റാൻ കഴിയും. അപ്പൊ ടെൻഷൻ കുറയുമ്പോഴും ട്രേഡിംഗ് കൂടുകയും ചെയ്യുമ്പോൾ സാമ്പത്തികമായി ഉയരും. സാമ്പത്തികമാണല്ലോ പ്രധാനമായി വേണ്ടത്. പിന്നെ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മനസമാധാനമാണ്. അതുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്ക് പുഷ്ടിപ്പെടാൻ കഴിയും.